ഹായ്, പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള 3 ഘടകങ്ങൾ. ഒന്ന് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ രോഗാണു. അത് ഫംഗസ് ആകാം, വൈറസ് ആകാം, ബാക്ടീരിയ ആകാം. 2 എൻവയോൺമെൻറ്റ്, അതായത് ഈ രോഗാണുക്കൾ പെറ്റുപെരുകാനും ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് പടരുവാനുള്ള സാഹചര്യങ്ങളെയാണ് എൻവയോൺമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. മൂന്നാമത് ഹോസ്റ്റ്, അത് നമ്മുടെ മനുഷ്യ ശരീരം. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് രോഗപ്രതിരോധ ശക്തിയുടെ അവസ്ഥ അനുസരിച്ചിരിക്കും നമുക്ക് രോഗം പിടിപെടുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമ്മളെ രോഗപ്രതിരോധ ശക്തി വളരെയേറെ കൂടുതലാണെങ്കിൽ എത്ര രോഗാണുക്കൾ വന്നാലും സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും പലപ്പോഴും നമുക്ക് ആ രോഗത്തെ മറികടക്കാൻ അല്ലെങ്കിൽ രോഗത്തിന് അടിമയാകാതിരിക്കാൻ സാഹചര്യം കിട്ടും. പക്ഷേ നമ്മളുടെ രോഗപ്രതിരോധ ശക്തി താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും രോഗാണുക്കൾ കുറവാണെങ്കിൽ പോലും നമുക്ക് ആ അസുഖത്തിന് അടിമപ്പെടാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെ കൂടുതലുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്താം? ഒന്ന്, പോഷകാഹാരങ്ങൾ നന്നായി കഴിക്കുക, സമയത്ത് ആഹാരം കഴിക്കുക, 2 മുതൽ 3 ലിറ്റർ വെള്ളമെങ്കിലും പ്രതിദിനം കഴിക്കുക, ഒരു 6 തൊട്ട് 8 മണിക്കൂറെങ്കിലും സ്വസ്ഥമായിട്ട് ഉറങ്ങുക, കുറച്ച് വ്യായാമം ചെയ്യുക. എല്ലാത്തിനേക്കാളുപരി മാനസിക സമ്മർദ്ദം നന്നായി കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക. തീർച്ചയായിട്ടും ഒരു രോഗാണു ഇല്ലെങ്കിൽ രോഗബാധ നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ഹോമിയോപ്പതി ഡോക്ടറെ കാണുക. ഏത് അസുഖങ്ങൾ തന്നെയാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് നിർമ്മാർജ്ജനം ചെയ്യാനും നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുവാനും തീർച്ചയായിട്ടും നിങ്ങളുടെ ഹോമിയോപ്പതി ഡോക്ടർക്ക് സഹായിക്കാൻ പറ്റും.